ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. LDF 3.0 എന്ന ലക്ഷ്യത്തിൽ പാർട്ടിയും സർക്കാരും പണി തുടങ്ങിയിട്ട് നാളേറെയായി. പെൻഷനിൽ പിടിച്ചിട്ടിനി കാര്യമില്ല എന്ന് തദ്ദേശത്തിൽ കണ്ടിട്ടുണ്ട്. മൂന്നാം ഊഴത്തിനു മുൻപ് മുഖം മിനുക്കാൻ നാട്ടുകാരുടെ പണവുമായി പാർട്ടിക്കാരെ പറഞ്ഞയക്കുന്നത് നിർത്താൻ കോടതി പറഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് സെക്രട്ടേറിയറ്റ് ഓഫീസുകളിൽ ശരവേഗം ഒരു ഫയൽ പാഞ്ഞത്. PM ശ്രീ പോലെ മന്ത്രിസഭയിലും ഇടതുമുന്നണിയിലും ചർച്ച ചെയ്യാതെയായിരുന്നു തീരുമാനം. 2 ദിവസം കൊണ്ട് തീർപ്പാക്കി ഒപ്പിട്ട ബാർ സമയമാറ്റത്തിൽ മുതലാളിമാർക്കല്ലാതെ മറ്റാർക്കും ഗുണമുണ്ടാകില്ല എന്ന് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയാം. ഒരു ഭാഗത്ത് ഭിന്നശേഷി സംവരണത്തിൽ കീഴടങ്ങി ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കുമ്പോൾ മറുവശത്ത് ബാർ സമയം കൂട്ടി അവരുടെ അനിഷ്ടവും വാങ്ങിക്കൂട്ടുകയാണ്. PR പ്രഹരമോ എന്നതാണ് ചോദ്യം. CPM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസിൽ നിന്നും അബിൻ വർക്കി, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ M ജയചന്ദ്രൻ എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. ആദ്യം ഞാൻ അരുൺകുമാറിലേക്ക് പോകുന്നു. അരുൺകുമാർ, ഇപ്പോൾ സർക്കാരിന്റെ പണമെടുത്ത്, സർക്കാർ ഖജനാവിൽ നിന്നും പണമെടുത്തുകൊണ്ട് മൂന്നാം ഊഴത്തിനായി, പ്രചാരണത്തിനായി അതിൻ്റെ സർവേ തയ്യാറാക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നു. അതിന്റെ ശബ്ദരേഖയാണെന്ന് പുറത്തു വന്നിരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ശബ്ദരേഖ. എന്താണ് പ്രതികരണം? ഈ ശബ്ദരേഖ പുറത്തു കൊണ്ടുവന്ന ചാനൽ പോലും ഒരു വൈകുന്നേരത്തെ പ്രൈം ന്യൂസ് ടൈം അതിനുവേണ്ടി മാറ്റിവെക്കുന്നില്ല. അവർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വലിയ കൊട്ടിഘോഷിച്ച് 1-2 മണിക്കൂർ വാർത്തയാക്കി എന്നല്ലാതെ അത് പൊതുസമൂഹത്തിൽ വളരെ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണെന്നും അതിന്റെ ഉള്ളടക്കമാണ് പുറത്തു കൊണ്ടുവന്നതെന്നും എല്ലാം ജനങ്ങൾക്ക് ബോധ്യമായി എന്നതാണ് ആദ്യം പറയാനുള്ളത്. ഇപ്പോൾ കുറെ വർഷങ്ങളായി മൂന്നാം ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് PR വർക്ക് നടത്തുന്നു എന്ന രൂപത്തിലൊക്കെ പ്രചരണം നടത്തുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ നിന്ന് കേട്ട അവരുടെ നിർദ്ദേശങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് 2016-ൽ 600 കാര്യങ്ങൾ അടങ്ങുന്ന പ്രകടന പത്രിക പുറത്തിറക്കിയത്. ആ പ്രകടന പത്രിക ജനം അംഗീകരിച്ചു. 91 സീറ്റോടെ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു. 5 വർഷം ഞങ്ങൾ ഏറ്റവും അന്തസ്സായി മാന്യമായി ഭരിച്ചു. ആ 600-ൽ 590 കാര്യങ്ങളും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി 5 പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ഞങ്ങൾ ജനങ്ങളെ അറിയിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾക്ക് ഭരണ തുടർച്ച തന്നു. 91-ൽ നിന്ന് ഞങ്ങൾ 99-ആയി മാറി. വീണ്ടും 900 കാര്യങ്ങളാണ് ഒരു നവകേരള നിർമ്മിതിക്ക് വേണ്ടി ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വച്ചത്. അതിൽ ഏകദേശം 800ഓളം കാര്യങ്ങൾ പൂർത്തീകരിച്ചതായി രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാമത് പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി. ഇനിയും നമുക്ക് ഏറെ മുന്നോട്ട് പോകണം. ഒരു 50 വർഷത്തിന് ശേഷമുള്ള കേരളത്തെക്കുറിച്ച് വിഭാവനം ചെയ്യണം. അതിന് ഏറ്റവും കൂടുതൽ നിർദ്ദേശങ്ങൾ തരാൻ കഴിവുള്ളത് കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഓരോ വീടുകളും കയറി ഇറങ്ങണം, ജനങ്ങളോട് അഭിപ്രായം ചോദിക്കണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് കയറി അഭിപ്രായം ചോദിച്ച് ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് പ്രാദേശികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ പോലും ജനങ്ങളുടെ അഭിപ്രായത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സർവേ പ്ലാൻ ചെയ്തത്. ആ സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയി ജനങ്ങൾ ഫലപ്രദമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. വീട്ടിൽ പോയി നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നവർക്കുള്ള ട്രെയിനിങ്ങും അത് എന്തൊക്കെ മേഖലകളിലാണ് ഇടപെടേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് ഒക്കെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഇത്തരത്തിലൊരു ഉത്തരവുണ്ടായിട്ടുള്ളത്. ആ ഉത്തരവ് പുറത്തു വന്നത് ഇന്നലെയാണ്. ജഡ്ജ്മെന്റ് പുറത്തു വന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ്. ഇന്നലെ തന്നെ ഓൺലൈനിൽ സുപ്രീം കോടതിയിൽ SLP ഫയൽ ചെയ്തു. അത് SLP പെൻഡിംഗ് ആണ്. വരുന്ന ദിവസം തന്നെ അടിയന്തരമായിട്ട് തന്നെ അത് പരിഗണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത്. നിങ്ങൾക്ക് തുടർ ഭരണത്തിന് സർവേ നടത്താം, ഒരു തടസ്സവുമില്ല. പാർട്ടിക്ക് സ്വന്തം നിലയ്ക്ക് നടത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കാം, ഒരു തടസ്സവുമില്ല. പാർട്ടിക്ക് സ്വന്തം നിലയ്ക്ക് പാർട്ടി ഫണ്ട് എടുത്ത് പാർട്ടി പൈസ ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ സർക്കാർ ഖജനാവിൽ നിന്നും 20 കോടി എടുത്ത് നിങ്ങളൊരു സർവേ നടത്തുന്നത് പാർട്ടിക്ക് തുടർഭരണത്തിനാണ്. പാർട്ടിക്ക് തുടർഭരണത്തിനാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ സംഭാഷണം പുറത്തു വരുമ്പോൾ അതൊരു പുതിയ കാര്യമല്ല എന്ന് അങ്ങ് അതിനെ ലഘൂകരിക്കുമ്പോൾ ഇന്നലെ കോടതി അത് റദ്ദാക്കിയെന്ന് ഓർക്കണം. അത് റദ്ദാക്കിയത് എന്തുകൊണ്ടാണെന്ന് ഓർക്കണം. അത് റദ്ദാക്കിയ ശേഷം ഈ ശബ്ദരേഖ പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്ത പാർട്ടി അണികളെയല്ല. 2025 ഒക്ടോബർ 22 നടന്ന സംഭാഷണം ആണല്ലോ ജില്ലാതല നിർവഹണ സമിതി അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ശില്പശാല. അതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ, സർക്കാർ ജീവനക്കാർ, അവരെന്തിന് തുടർ ഭരണത്തിന് സർവേ നടത്തണം? അവരെന്തിന് ഈ പിണറായി സർക്കാരിന് വേണ്ടി സർവേ നടത്തണം? അപ്പോൾ സർക്കാർ എങ്ങനെയാണ് സർക്കാർ ജീവനക്കാർ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു സർവേക്ക് പോവുക? അത് ഭരണഘടനാ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. രാഷ്ട്രീയത്തിൽ തന്നെ ഇത് തിരിച്ചടിയാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്, രാഷ്ട്രീയമായ തിരിച്ചടിയാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്
എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് നിഷേധിക്കാനാവുമോ? പാർട്ടി ചെയ്ത പരിപാടികളെ കുറിച്ച് അങ്ങ് വിശദീകരിച്ചു. സർക്കാർ ഖജനാവിൽ നിന്ന് പണം എടുത്ത് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് രണ്ടും രണ്ടാണ്. പാർട്ടി നടത്തുന്ന സർവേയും സർക്കാർ നടത്തുന്ന സർവേയും നിങ്ങൾ ഒരുമിപ്പിച്ച് അവതരിപ്പിക്കുകയാണ്. ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച വിജയം ഉണ്ടായില്ല. ഞങ്ങൾ കഴിഞ്ഞ ജനുവരി മാസം 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെ മുഴുവൻ ഭവന സന്ദർശനം നടത്താൻ തീരുമാനിച്ചു. 22 ആയപ്പോഴും അത് ഭവന സന്ദർശനം പൂർത്തിയായില്ല. ചില വീട്ടിൽ 1 മണിക്കൂറിലധികം കേന്ദ്രീകരിക്കേണ്ടി വന്നു. അത് ഞങ്ങൾ 30-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തു. വീണ്ടും ഫെബ്രുവരി 10 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് മുഴുവൻ വീടുകളും കയറി ഇറങ്ങി. അത് നടത്തിയ സർവേ പാർട്ടി നടത്തിയ സർവേയാണ്. ഇപ്പോൾ ഹൈക്കോടതി ഇന്നലെ ഇടപെട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ SLP ആയിട്ട് പെൻഡിംഗ് നിൽക്കുന്നത് പാർട്ടി നടത്തുന്ന സർവേ പാർട്ടി വേറെ സർവേ ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ തർക്കവുമില്ല. അഡ്വക്കേറ്റ് കെ സെൻകുമാർ, തർക്കമില്ല. അങ്ങ് ഈ പറയുന്നത് തെറ്റിദ്ധാരണയുണ്ടാക്കരുത്. ഈ ഉത്തരവിറങ്ങുന്നതിന് 17 ദിവസം മുമ്പ് 23/9/25 CPM സെക്രട്ടറി നൽകിയ കത്ത് അന്നൊരു പത്രത്തിൽ പ്രധാന വാർത്തയായി പുറത്തു വന്നതാണ്. ആ കത്തിൽ ഈ ആഹ്വാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെയാണല്ലോ മന്ത്രിസഭ അംഗീകാരം നൽകിക്കൊണ്ട് 8-10-25 മന്ത്രിസഭ അംഗീകാരം നൽകുന്നു. 10-10 ഉത്തരവിറങ്ങുന്നു. 25-10 ഭരണാനുമതി ലഭിക്കുന്നു. 2 സർവേകളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സർവേക്ക് കേഡർമാരെ ഇറക്കണം, അതായത് സർക്കാർ പരിപാടിക്ക് കേഡർമാരെ ഇറക്കണമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്തിനാ? മുഖ്യമന്ത്രിയുടെ പ്രസംഗം തന്നെ അങ്ങ് കേൾക്കുകയാണല്ലോ. 2 കാര്യങ്ങളെ ഒന്നായി അങ്ങ് പറയേണ്ടതില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്തു പറയണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. 2 സർവേയും രണ്ടും രണ്ടാണ്. ഒരാളെയും തെറ്റിദ്ധരിപ്പിക്കാൻ CPM പ്രതീതി എന്ന രൂപത്തിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ അത് പറയുകയില്ല. എന്തായിരുന്നു രണ്ടാമത്തെ ഇപ്പൊ പറഞ്ഞ സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന്റെ സർവേയുടെ ലക്ഷ്യം? ആ സാമൂഹ്യ സുരക്ഷാ പോർട്ടലിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യണം. സ്മൃതി പരുത്തിക്കാടിന് വേണമെങ്കിലും അതിൽ പേര് രജിസ്റ്റർ ചെയ്യാം. സ്വന്തം ഫോണിൽ നിന്ന് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ കയറാം. BMS-കാർക്കും കയറാം, ABVP-കാർക്കും കയറാം, KSU-കാർക്കും കേസ് രജിസ്റ്റർ ചെയ്യാം, യൂത്ത് കോൺഗ്രസ്സുകാർക്കും പേര് രജിസ്റ്റർ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും പേര് രജിസ്റ്റർ ചെയ്യാം. അത്തരത്തിൽ സന്നദ്ധ സേവനം 1 രൂപ പോലും, നയാ പൈസ പോലും ആനുകൂല്യം പറ്റാതെ, ശമ്പളം പറ്റാതെ കൃത്യമായി ഈ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി വിവരശേഖരണം നടത്തുവാനും ആ വിവരങ്ങൾ ക്രോഡീകരിച്ച് ഈ വെബ്സൈറ്റിലേക്ക് കൊടുക്കുവാനും സന്നദ്ധരായിട്ട് വരുന്നവർ മാത്രം 2020-ൽ രൂപീകരിക്കപ്പെട്ട പോർട്ടലിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. ഇത് പ്രത്യേക പോർട്ടലൊന്നും അല്ലല്ലോ. പ്രത്യേക പോർട്ടലായിരുന്നു. ഓഖി പ്രളയം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ തയ്യാറാക്കിയ പോർട്ടലായിരുന്നു. അതൊരു വിജ്ഞാപനമില്ലാതെ ഇതിനായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഈ ചർച്ച സൗഹൃദത്തിൽ പോകണം. ഈ ചർച്ച സൗഹൃദത്തിൽ പോകണം എന്നതാണ് എന്റെ ആഗ്രഹം. അങ്ങ് പറഞ്ഞതിൽ എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കണം. ഈ ചർച്ച സൗഹൃദത്തിൽ പോകണം എന്ന് തന്നെയാണ്. അതായത് അങ്ങ് എത്ര ചോദ്യം ചോദിച്ചാലും 1 മണിക്കൂർ താങ്കളുടെ മുന്നിലിരുന്ന് ഉത്തരം പറയാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എന്റെ ഉത്തരത്തിന്റെ ഉദ്ദേശശുദ്ധിയെ തകർക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇന്റർവെൻഷൻ നടത്തരുത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ എനിക്ക് ചോദ്യമുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ചോദിക്കേണ്ടി വരും. അങ്ങേക്ക് സമയം ആവശ്യത്തിന് തരും. ഇടയ്ക്ക് ചോദ്യമുണ്ടെങ്കിൽ അതിൽ ചോദിച്ചല്ലേ പോവുക. അങ്ങ് ഇടയ്ക്ക് പറയാറുണ്ടല്ലോ. അങ്ങനെ ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ പോകണമെന്നേ. ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളത് ചർച്ച ചെയ്യുന്നത്. അതെ, പക്ഷെ അങ്ങ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് മാത്രം പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത്. നമ്മളിവിടെ കോടതി റദ്ദാക്കിയ ഒരു സർവേയെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അഡ്വക്കേറ്റ് അല്ല, വളരെ മര്യാദപരമായി സൗഹാർദ്ദപരമായി ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോകാം. അങ്ങയുടെ അജണ്ട നടപ്പാക്കാനാണെങ്കിൽ ഈ ചർച്ചയ്ക്ക് സഹകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ ഉത്തരം, ഓരോ വാക്കിനും എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്റെ വാചകങ്ങൾക്ക് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്റെ പാർട്ടി നിയോഗിച്ച പ്രകാരം ഞാൻ വന്നതാണ്. അങ്ങയുടെ മനസ്സിലിരിപ്പ് പറയാൻ വന്നതല്ല ഞാൻ. അതുകൊണ്ട് കേൾക്കാൻ താങ്കൾക്ക് ക്ഷമയുണ്ടെങ്കിൽ മാത്രം ഞാൻ ചർച്ചയിൽ തുടരാം. അല്ലെങ്കിൽ താങ്കൾക്ക് കൃത്യമായിട്ട് ഉത്തരം, അത് താങ്കൾ ഇഷ്ടപ്പെടുന്ന ഉത്തരം പറയാനുള്ളവരും അപ്പുറത്തുണ്ടാകും. അത് ചോദിച്ചാൽ മതി. കൃത്യമായി പറയുന്നു, 2020-ൽ ഉള്ള പോർട്ടലിലേക്ക് ആർക്കു വേണമെങ്കിലും കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും പേര് രജിസ്റ്റർ ചെയ്യാൻ, സന്നദ്ധ പ്രവർത്തനം നടത്താൻ, ഒരു വരുമാനവും പ്രതീക്ഷിക്കാതെ പ്രവർത്തനം നടത്താൻ താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. അവർക്കാണ് ട്രെയിനിങ് കൊടുത്തത്. അതിൽ ഏത് വിരുദ്ധ രാഷ്ട്രീയക്കാരുണ്ടാകാം, ഏത് ജാതിയിലും മതത്തിലും ഏത് രാഷ്ട്രീയത്തിലും ഉള്ളവരുണ്ട്. അത്തരത്തിലുള്ള ട്രെയിനിങ് ക്യാമ്പിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. ആ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം, വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം, അതുപോലെ പശ്ചാത്തല വികസന രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾക്ക് തുടർച്ച വേണം. അതിന് ജനങ്ങളുടെ അഭിപ്രായം തേടണം. അതുപോലെ വികസനം ജനങ്ങളിലേക്ക് പ്രാദേശികമായിട്ട് എത്തണം. പ്രാദേശിക വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് നിർദ്ദേശമുണ്ടോ, അത് ക്ഷമയോടെ കേട്ടിരിക്കണം. അത് കൃത്യമായി കൂട്ടി യോജിപ്പിച്ച് എഴുതിയെടുത്ത് മുഖ്യമന്ത്രി സംസാരിച്ചത്. അങ്ങ് പറയൂ. ആ പ്രസംഗം മുഴുവൻ ഇപ്പോൾ 1:45
മണിക്കൂറൊക്കെയുള്ള പ്രസംഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ 3.5 മിനിറ്റ് ഭാഗമാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ ഇത് നേരത്തെ തന്നെ വന്ന വാർത്തയാണ്, അതിലൊരു അത്ഭുതവുമില്ല എന്നങ്ങ് വിശദീകരിക്കുമ്പോൾ ആ പ്രസംഗം ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്? അങ്ങൊന്ന് വിശദീകരിക്കും. അത് ഇത്തരം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഗ്രാമപഞ്ചായത്തുകളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ, ജില്ലാ തലങ്ങളിൽ പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ട് വന്നിരിക്കുന്നവർക്ക് പോയി നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ദിവസത്തെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങളുണ്ട്. അത് സമൂഹത്തിലെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഈ വികസനവും ക്ഷേമവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഏറ്റവും ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഒരു ദിവസം ക്ലാസ് നയിക്കാൻ ശേഷിയുള്ളവർക്ക് വേണ്ടി എടുത്ത ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനത്തിലാണ്. അങ്ങ് 3.5 മിനിറ്റാണ് ചർച്ച ചെയ്യണമെങ്കിൽ ജില്ലാതല നിർവഹണ സമിതി അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ശില്പശാല അല്ലെ? ജില്ലാതല നിർവഹണ സമിതി അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ശില്പശാല അല്ലെ? അതിൽ സർക്കാർ ജീവനക്കാരുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ വിരമിച്ചവരുണ്ടാകാം, സർക്കാർ ജീവനക്കാരുണ്ട്. അപ്പോൾ അതിലൊരു നിർബന്ധിത സ്വഭാവം. സർക്കാർ ജീവനക്കാരോട് നിങ്ങൾ സർവേ നടത്താൻ പറയുമ്പോൾ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കൂ എന്നുള്ളതല്ല, സർക്കാരിനെ കുറിച്ചുള്ള പുകഴ്ത്തൽ അവിടെ പോയി പറയൂ എന്നാണ് ആഹ്വാനം. അതാണ് ആ പ്രസംഗത്തിലുള്ളത്. തുടർഭരണം ഉണ്ടായാലേ കാര്യങ്ങൾ പുരോഗമനം ഉണ്ടാകൂ, വികസനം മുന്നോട്ട് പോകൂ. ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല. നിങ്ങളത് ക്ഷമയോടെ അവർക്ക് പറയാനുള്ളത് കേട്ട് അവരെ ബോധ്യപ്പെടുത്തണം. ഇത് പറയാനാണ് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തത്. എന്നിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് 20 കോടി എടുത്ത് നിങ്ങൾക്ക് മൂന്നാം ഊഴത്തിന് വേണ്ടി നിങ്ങൾ സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് സർവേ നടത്തുന്നു അല്ലേ? അത് തെറ്റാണ്. താങ്കൾ പറഞ്ഞത് സർവേ എടുക്കാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് അല്ലാതെ. സർവേ എടുക്കാൻ പോകുന്നത് പഞ്ചായത്ത് തലത്തിലും നിയമസഭാ മണ്ഡലം തലത്തിലും ജില്ലാ തലത്തിലുമുള്ള ആളുകളുണ്ട്. ഇത്തരത്തിൽ സർവേക്ക് പോകുന്നവർക്ക് 1ഉം 2ഉം ദിവസം നീണ്ടു നിൽക്കുന്ന തുടർ ക്ലാസുകളുണ്ട്. ആ ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ പാകത്തിന് സെലക്ട് ചെയ്യപ്പെട്ട വിവിധ മേഖലകളിൽ ഇത്തരം സാക്ഷരതാ പ്രവർത്തനം, അതുപോലെ തന്നെ ജനകീയാസൂത്രണ പ്രവർത്തനം, അതുപോലെ തന്നെ കോവിഡ് നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം വളരെ ആക്റ്റീവായിട്ട് രംഗത്തിറങ്ങിയ വികസന, സേവന, പശ്ചാത്തല വികസന രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. ആ ക്ലാസ്സിൽ പ്രധാനമായും അങ്ങ് സൂചിപ്പിക്കുന്ന ഒരു വാചകം വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം എന്നതാണ്. ആ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം എന്നുള്ളത് ഇനിയും പറയും. അങ്ങനെ പറഞ്ഞപ്പോഴാണ് 2016 മുതൽ 21 വരെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയായി 2021 മുതൽ 26 വരെയുള്ള ഗവൺമെന്റ് മാറിയത്. ഇപ്പോ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി 5 ലക്ഷത്തിലേക്ക് വീടെത്തിയത്, അതുപോലെ പട്ടയ വിതരണം 4 ലക്ഷത്തിലേക്കായത്, PSC വഴിയുള്ള ജോലി 3.5 ലക്ഷത്തിലേക്കായത്, ഇതെല്ലാം കഴിഞ്ഞ 10 വർഷത്തെ നേട്ടത്തിന്റെ തുടർച്ചയാണ്. ആ തുടർച്ചയ്ക്ക് വേണ്ടി, ആ നേട്ടങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടി ഇനിയും ഇടപെടും. നിരവധി പേർ പങ്കെടുത്ത പരിപാടി ആയിരുന്നില്ല. സർക്കാർ ജീവനക്കാർക്ക് നിർബന്ധിതമായ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഉദ്ദേശിച്ചിരുന്ന തരത്തിലാണെങ്കിൽ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് അരുൺകുമാർ വന്ന തെളിവുകൾ പോലും അങ്ങ് അംഗീകരിക്കാൻ തയ്യാറല്ലല്ലോ. ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റികൾക്ക് അയച്ച കത്തുണ്ടല്ലോ, ആ കത്ത് പുറത്തു വന്നതാണല്ലോ. പാർട്ടി സെക്രട്ടറി നിർദ്ദേശിച്ച കാര്യങ്ങൾ, നിങ്ങൾ സർവേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് തൊട്ടു പിന്നാലെയാണല്ലോ ഇങ്ങനെ സർവേക്ക് മന്ത്രിസഭ അനുമതി നൽകുന്നത്. ബാക്കി പാർട്ടികളുടെ കൂടെ പ്രതികരണം നമുക്ക് തരണമല്ലോ. അബിൻ വർക്കിയിലേക്ക് പോകുന്നു. ശ്രീ അബിൻ വർക്കി, ഇത് സർക്കാർ ജീവനക്കാർക്കുള്ള നിർദ്ദേശമോ ആഹ്വാനമോ ആയിരുന്നില്ല. ഈ പറഞ്ഞ ഈ വോളണ്ടിയറായി തിരഞ്ഞെടുക്കപ്പെട്ട, വോളണ്ടിയർമാരാകാൻ സർവഥാ സന്നദ്ധരായി വന്നവർക്ക് നൽകിയ നിർദ്ദേശം എന്നാണ് മുഖ്യമന്ത്രിയുടെ ഇന്ന് പുറത്തു വന്ന ഓഡിയോയെക്കുറിച്ച് CPM-ന്റെ വിശദീകരണം. എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് ശ്രീ അരുൺകുമാർ പറഞ്ഞതിലെ ആദ്യത്തെ ഭാഗത്ത് തന്നെ ഇതിൻ്റെ ഉത്തരവുണ്ടായിരുന്നു. അത് 2016 ഇവർ അധികാരത്തിൽ വന്നു, 2021 ഇവർ അധികാരത്തിൽ വരുമ്പോൾ ഇങ്ങനെയൊരു സർവേയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അധികാരത്തിൽ വരുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇങ്ങനൊരു സർവേ ഇവർ LDF നടത്തുന്നതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പൊന്നുമില്ല. അതിപ്പോൾ LDFിൻ്റെ പണമെടുത്ത് അവർ പണം പിരിച്ചോ അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പണം എടുത്തോ ഒക്കെ അവർ നടത്തുന്നതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു വിയോജിപ്പില്ല. ഈ പണം എവിടെ നിന്നാണ് വരുന്നത്? ഇത് സർക്കാർ ഖജനാവിൽ നിന്നാണ് വരുന്നത്. എന്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് 20 കോടി രൂപയുടെ ഹെഡ് തന്നെ കിടക്കുന്നത് സ്പെഷ്യൽ PR ക്യാമ്പയിൻ എന്നുള്ള ഹെഡിലാണ്. 20 കോടി രൂപയുടെ ഹെഡ് തന്നെ കിടക്കുന്നത്. ആ ഹെഡ് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വളരെ കൃത്യമായി ഹൈക്കോടതി പറയുന്നുണ്ട്. 2, ഈ പോർട്ടലുമായി ബന്ധപ്പെട്ട് ശ്രീ അരുൺകുമാർ പറഞ്ഞതിന് ഹൈക്കോടതി വളരെ കൃത്യമായ ഉത്തരം പറയുന്നുണ്ട്. ഇപ്പോൾ 2020 പോലെ ആ പോർട്ടൽ രൂപീകരിച്ച സമയത്തെ പ്രത്യേകമായ സാഹചര്യങ്ങളൊന്നും നിലനിൽക്കുന്നില്ല
എന്നത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. 3, അദ്ദേഹം ഒരു കർമ്മസേനയുമായി ബന്ധപ്പെട്ടാണ്. ഈ കർമ്മസേനയാണല്ലോ ഇത് ചെയ്യുന്നത്. ഈ കർമ്മസേന കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് തന്നെ 1/1/2020 അന്നത്തെ കോവിഡിൻ്റെ പ്രത്യേകമായ സാഹചര്യത്തിലായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇത് വ്യക്തമായിട്ടും ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ ആയിരുന്നു എന്നുള്ളത് ഹൈക്കോടതി വളരെ കൃത്യമായി ആ ഓർഡറിലൂടെ പറഞ്ഞിരിക്കുകയാണ്. 2, ഇത് രാഷ്ട്രീയ ക്യാമ്പയിനാണ് എന്ന് പറയാൻ കാരണം എന്താ? കാരണം ഈ ഉത്തരവ് വരുന്നതിന് 2 ആഴ്ച മുമ്പ് തന്നെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഈ പണി ചെയ്യേണ്ടത് ആരാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയാണ്, LDF-ൻ്റെ ആളുകൾ വേണം ചെയ്യാൻ, LDF-മായി അനുഭാവമുള്ളവർ വേണം ഇത് ചെയ്യാൻ, അങ്ങനെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ വേണം ഇത് ചെയ്യാൻ. ഇത് വളരെ കൃത്യമായി സർക്കുലറിലൂടെ പുറത്തു വന്ന കാര്യമാണ്. 3, ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശബ്ദ സന്ദേശമായി ഇന്ന് പുറത്തു വന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ഓഫീസോ ഇന്നേ വരെ അതിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ശബ്ദ സന്ദേശം വരുന്നത് എന്താ? ഇത് തുടർഭരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ക്യാമ്പയിനാണ്. തുടർഭരണം വേണമെന്ന് ജനങ്ങളെ ബോധിപ്പിക്കണം. തുടർഭരണം വേണമെന്ന് ജനങ്ങളെ ബോധിപ്പിക്കണമെങ്കിൽ അത് രാഷ്ട്രീയ ക്യാമ്പയിനാണ്. അതിന് രാഷ്ട്രീയപരമായി LDF പണം മുടക്കണം. അല്ലാതെ ഞാനും സ്മൃതിയും അല്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരനും ഒക്കെ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് LDF-ന് രാഷ്ട്രീയ ക്യാമ്പയിൻ ഒരുക്കാനുള്ള വഴി ഉണ്ടാക്കരുത് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതൊരു PR തന്ത്രമായിരുന്നുവെന്നും ഈ PR തന്ത്രം പാളി എന്നുള്ളത് നമ്മൾ പറയാനുള്ള കാരണം. ഇത് കുറെ കാലമായി, ഇത് ഏതെങ്കിലും ഒരു നവകേരള സർവേയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലല്ലോ. കാരണം ഇന്ന് ഈ നാട്ടിലൂടെ പോയാൽ മുഴുവൻ ഹോർഡിങ്ങുകൾ എന്താണ്? ഈ വലിയ ഹോർഡിങ്ങുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? പിണറായി വിജയൻ, സഖാവ് പിണറായി വിജയൻ്റെ വലിയ മുഖം, സർക്കാരിൻ്റെ വലിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നമുക്കൊന്നായി തുടരണമെന്നാണ് പറയുന്നത്. നമുക്കൊന്നായി തുടരണം എന്നുള്ളത് ആരുടെ ക്യാമ്പയിനാണ്? ഇവരുടെ രാഷ്ട്രീയ ക്യാമ്പയിനാണ്. ആ രാഷ്ട്രീയ ക്യാമ്പയിന് വേണ്ടി ഈ നാട്ടിലെ ഹോർഡിങ്ങുകൾക്ക് വേണ്ടി പണം മുടക്കിയിരിക്കുന്നത് എൻ്റെ നിങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ്. ഈ നാട്ടിലെ ഏത് KSRTC ബസ് എടുത്താൽ നമുക്കിപ്പോൾ സഖാവ് പിണറായി വിജയൻ്റെ തല തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ KSRTC ബസ്സുകളിലെ ക്യാമ്പയിൻ എന്താണ്? അതും ഇത് തന്നെയാണ്, രാഷ്ട്രീയ ക്യാമ്പയിനാണ്. 3, ഈ നാട്ടിലെ മുഖ്യധാരാ ചാനലുകളിലെ സീരിയലുകളിൽ പോലും എന്തൊക്കെയാണ്, സീരിയലുകളിൽ പോലും പണം മുടക്കിക്കൊണ്ട് വളരെ വളരെ യാദർശികമായി വന്നവണ്ണം ഈ സർക്കാരിനെ അങ്ങ് പ്രകീർത്തിക്കാൻ കുറേ സിനിമാ നടിമാരും കുറേ സീരിയൽ നടിമാരും അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ PR ആണ് എന്ന് മനസ്സിലാക്കാൻ പാകത്തിന് ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ഇത് അരിയാഹാരമാണ് കഴിക്കുന്നതെന്ന് CPM-ൻ്റെ ആളുകൾ മനസ്സിലാക്കിയാൽ നന്നാണ്. ഇങ്ങനെ വലിയ PR വർക്കുകളുടെ വലിയ മേളമാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അതിന് ഹൈക്കോടതി കൊടുത്ത കനത്ത തിരിച്ചടിയാണ്, മുഖത്തടിച്ച അടിയാണ് ഇന്നലത്തെ ഹൈക്കോടതി വിധി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് സാങ്കേതികമായ തിരിച്ചടി മാത്രം, സാങ്കേതികമായ പിഴവുകൾ ചൂണ്ടിക്കാണിക്കൽ മാത്രം എന്നുള്ള വാദമാണ് മറുവാദമായി ഉയരുന്നത്. രാഷ്ട്രീയമായ തിരിച്ചടിയായി കണക്കാക്കാനാവില്ല എന്ന്. അല്ല, രാഷ്ട്രീയമായല്ലേ ഇതിൻ്റെ തിരിച്ചടി വരുന്നത്? അല്ലെങ്കിൽ സർക്കാർ പണം മുടക്കി നാട്ടിൽ LDF-കാരൻ മാനിഫെസ്റ്റോ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ക്യാമ്പയിൻ നടത്താനും ശ്രമിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് നടക്കില്ല, ഇത് പോസിബിൾ അല്ല എന്ന് പറയുന്നത് ഇത് സാങ്കേതികമായ തിരിച്ചടിയാണോ രാഷ്ട്രീയമായ തിരിച്ചടിയാണോ? ഇത് മാത്രമല്ല, ഇത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഈ സർക്കാരിൻ്റെ മുഖം വികൃതമാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. എത്രമാത്രം വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഇത് സ്മൃതി, ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കേരളത്തിലെ മുഖ്യധാരാ ചാനലുകൾക്ക് കോൺക്ലേവ് കൊടുക്കുന്നു. സർക്കാർ പണം മുടക്കിയല്ലേ, PR-ൻ്റെ ഭാഗമല്ലേ. പല കോൺക്ലേവുകളും ഇപ്പോൾ നടന്നല്ലോ. അത് പല മുഖ്യധാരാ ചാനലുകളും അതിൻ്റെ ടൈപ്പായിരുന്നല്ലോ. സർക്കാർ പണം കൊടുത്ത് കോൺക്ലേവ് നടത്തി ഈ നാട്ടിലെ ഭരണ നേട്ടങ്ങൾ പറയാനെന്ന വണ്ണം ഭരണത്തിൻ്റെ വലിയ രീതിയിലുള്ള പരാജയം മറച്ചു പിടിക്കുകയല്ലേ ചെയ്തത്. അതുമാത്രമല്ല, ഈ നാട്ടിൽ എത്രയോ കാര്യങ്ങളിൽ ഇങ്ങനെ അനാവശ്യമായ PR വർക്കുകൾ നടത്തി നാട്ടിലെ സാധാരണക്കാരന് ഇവിടെ ഇപ്പം ഞാനിങ്ങ് കയറുന്ന വഴിക്ക് ഞാനിപ്പോൾ റിപ്പോർട്ടറിൻ്റെ സ്റ്റുഡിയോയിലല്ലേ ഇരിക്കുന്നത്. റിപ്പോർട്ടറിൻ്റെ സ്റ്റുഡിയോയിൽ താഴെ ചായക്കട നടത്തുന്ന ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞത് 1.25 കൊല്ലമായി ക്ഷേമനിധിയിൽ നിന്ന് പണം കിട്ടുന്നില്ല. 1.25 കൊല്ലമായി. എന്നോടൊന്നും ഇങ്ങ് കയറി വന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ട് ഇതൊന്ന് ചാനലിൽ പറയണം മോനെ എന്ന് പറഞ്ഞതാ. ഇങ്ങനെ 1.25 കൊല്ലമായി, 2 കൊല്ലമായി ക്ഷേമനിധിയിൽ നിന്ന് പണം കിട്ടാത്ത, ഈ നാട്ടിലെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ഇങ്ങനെയൊരു സന്നിധ ഘട്ടത്തിൽ കോടികൾ മുടക്കി ഇവിടെ PR വർക്ക് നടത്തി എത്രമാത്രം വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ആ വെളുപ്പിക്കലിനൊന്നും കേരള ജനത നിന്നു കൊടുക്കില്ല എന്നുള്ള വലിയ സന്ദേശമാണ് ഇന്നലത്തെ കോടതി വിധിയിലൂടെയും അതിനുശേഷമുണ്ടായ ജനവികാരത്തിലൂടെയും മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ഈ സർക്കാരിൻ്റെ മേൽ ഏറ്റ വലിയ തിരിച്ചടി തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ശ്രീ M ജയേന്ദ്രൻ, ഇതൊരു തിരിച്ചടിയൊന്നുമല്ല. ഇതിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന തിരിച്ചടിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ആലോചനയിലേക്ക് കടക്കുന്നു എന്നാണ് അരുൺകുമാർ പറയുന്നത്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ശബ്ദരേഖ കൂടി പുറത്തേക്ക് വരുമ്പോൾ ഇത് പാർട്ടിക്ക് വീണ്ടും അധികാരത്തിൽ വരാനുള്ള പരിപാടിയായിരുന്നു. അതിന് സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുക്കുന്നു. അതിൽ സർക്കാർ ജീവനക്കാർ നിർബന്ധിതമായി ഈ സർവേക്ക് പോകുന്ന രൂപത്തിൽ
പ്രസംഗിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ശ്രീ ജയേന്ദ്രൻ? സ്മൃതി, ഈ പ്രശ്നത്തിൽ പ്രാഥമികമായി ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ, ബാക്കി കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ്. ഈ സർക്കാരിന് INPRD എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടല്ലോ. അത് ഈ പിണറായി വിജയൻ ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ. എത്രയോ കാലമായിട്ട് നിൽക്കുന്നതാണ് ഇൻഫർമേഷൻ പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗം. എന്താണ് പണി? സർക്കാരിനെ പ്രചരിപ്പിക്കുക. അത് അവരുടെ പണിയായിട്ട് ഗവൺമെന്റ് തന്നെ അംഗീകരിച്ചിരിക്കുകയാണെന്ന്. അത് കേരളം മാത്രമല്ല, എല്ലാ സംസ്ഥാന ഗവൺമെന്റുകൾക്കും യൂണിയൻ ഗവൺമെന്റിനും ഉണ്ട് ഈ വകുപ്പ്. അവർക്ക് DAVP ആണ് യൂണിയൻ ഗവൺമെന്റിന്, നമുക്ക് INPRD ആണ്. അവരുടെ പണി ഇതാണ്, ഗവൺമെന്റിനെ പ്രചരിപ്പിക്കാനുള്ളതാണ്. ഞാൻ ഇപ്പോഴും പല കാര്യങ്ങളിലും, പ്രത്യേകിച്ചും UDFന്റെ കാലഘട്ടത്തിലെ കാര്യങ്ങൾക്ക് ഞാൻ ഇപ്പോഴും റഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് 2015 ഫെബ്രുവരിയിൽ ഒരു പുസ്തകം ഇറങ്ങിയിരുന്നു. 2016 ഫെബ്രുവരിയിൽ ഉമ്മൻചാണ്ടിയുടെ 50 വർഷങ്ങൾ, PRDയുടെ ഒരു പുസ്തകമാണ്. ഉമ്മൻചാണ്ടിയുടെ 50 വർഷങ്ങൾ എന്ന് പറഞ്ഞാണ്. പക്ഷേ ആ 5 വർഷത്തെ 2015-16 നിയമസഭാ പ്രസംഗങ്ങളുടെ അതിന്റെ പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങളാണ് ഇത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 50 വർഷങ്ങൾ പറയുമെങ്കിലും അത് പ്രധാനപ്പെട്ട റെഫറൻസ് ആയിട്ട് ഞാൻ പലപ്പോഴും എടുക്കുന്നതാണ്. അങ്ങനെ പല കാലഘട്ടങ്ങളിലെയും നാനാരുടെ കാലത്ത് അങ്ങനെ പുസ്തകം ഇറങ്ങിയിരുന്നു. VSന്റെ ഗവൺമെന്റിന്റെ 1 വർഷം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങിയിരുന്നു. ഇതെല്ലാം ഉണ്ട്. ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞല്ലോ, SLP പോയിട്ടുണ്ട്, സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ ഓൺലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് അടുത്തത് ബാക്കി കാര്യങ്ങൾ വരും. ഇവിടെ എന്താണ് ഹൈക്കോടതി ഇന്നലെ കണ്ടത് എന്താണ്? നമ്മളല്ല ഇത് വായിച്ചിട്ടുള്ളതാണല്ലോ. അതിൽ ഹൈക്കോടതി പറയുന്നത് എന്താണ്? എനിക്ക് മനസ്സിലായ കാര്യം പറയാ. PRDയുടെ കൈവശം 20 കോടി രൂപയാണ് ഇതിന് മൊത്തത്തിലുള്ള തുകയായിട്ട് പറഞ്ഞത്. PRDയുടെ കൈവശം എത്രയാണുള്ളത്? കൈവശമുള്ളത് 460 4,60,00,000. ബാക്കി വരുന്ന 13,40,00,000 രൂപ ആ ശീർഷകത്തിൽ, ആ ഹെഡിലില്ല. പിന്നെ ഇതങ്ങനെ ഉണ്ടാക്കും? ഇതാണ് ചോദ്യം. ആ ചോദ്യം സാധാരണഗതിയിൽ സ്വാഭാവികമാണ്, ജെനുവിനാണ് എന്നൊക്കെ തോന്നിപ്പിക്കാം. പക്ഷേ ഈ സപ്ലിമെന്ററി ഡിമാൻഡ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, ലോകത്തുള്ള ഏത് ഗവൺമെന്റ് ആണെങ്കിലും, ഞാൻ പറയുന്നത് ലോകത്തെന്നാ പറയുന്നത്, ഇവിടെ നമ്മുടെ കേരളത്തിലുള്ളതല്ല, ജനാധിപത്യ ക്രമത്തിൽ പ്രവർത്തിക്കുന്ന ഏത് ഗവൺമെന്റിനും സപ്ലിമെന്ററി ഡിമാൻഡ് വെച്ചിട്ട് ആ പർട്ടിക്കുലർ പദ്ധതിക്ക് കൂടുതൽ പണം എത്ര വേണമെങ്കിലും അനുവദിക്കാം. കേരളത്തിലൊരു രീതി വെച്ച് പറയുകയാണെങ്കിൽ ഒറ്റ രൂപ ടോക്കണിന്റെ പദ്ധതിക്ക് വെച്ചാൽ മതി. പിന്നെ അതിന് 100 കോടിയോ 400 കോടിയോ 500 കോടിയോ ഒക്കെ അനുവദിച്ച് പോകാം. എല്ലാ ഗവൺമെന്റിന്റെ കാലത്തും ഇതുണ്ട്. ഇത് ആ ഒരു സാങ്കേതികമായ പിഴവ് കൂടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. സ്പെഷ്യൽ ലീവ് പെറ്റീഷനിൽ അത് സ്വാഭാവികമായും തിരുത്താനും കഴിയും. അതൊരു കാര്യം. അത് ഈ മറ്റ് താങ്കൾ ഉന്നയിച്ച പ്രശ്നം മറ്റൊന്നാണല്ലോ, ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണല്ലോ ഉള്ളത്. താങ്കൾ സ്മൃതി അത് ഉന്നയിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, ധാർമ്മിക പ്രശ്നമായിട്ട് വേണമെങ്കിൽ ഉന്നയിക്കാം. അതാണ് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ഭരണഘടന വിരുദ്ധമായി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു, ചട്ടലംഘനം നടന്നിരിക്കുന്നു എന്ന് പറയുന്നു. അതിനെയൊക്കെ അങ്ങേക്ക് ഇത്ര നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുമോ? മുൻ സർക്കാരുകൾ ഇതുപോലെ സർവേ നടത്തിയിട്ടുണ്ടോ? ഈ പറഞ്ഞ ഖജനാവിലെ പണമെടുത്ത സർവേ നടത്തിയിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അങ്ങ് വിശദീകരിക്കണം. ഇപ്പോൾ മോദി സർക്കാരുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഇപ്പോൾ CPM അടക്കം ഉന്നയിക്കുന്ന വിമർശനം എന്താണ്? സർക്കാർ സംവിധാനങ്ങളെ പാർട്ടി പരിപാടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിൽ പാർട്ടിയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളതാണല്ലോ. അങ്ങനെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPM അടക്കം. അപ്പോൾ അതേ കാര്യങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ അതെങ്ങനെ ന്യായീകരിക്കാനാകും? അല്ല, ഇതിൻ്റെ അകത്ത് ഇത് സാരമോ നിസ്സാരമോ എന്നുള്ളതല്ല, അടിസ്ഥാന പ്രശ്നം എന്നുള്ളത് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അതിൻ്റെ അകത്ത് ഈ അന്തസാര ശൂന്യമാണ് ഈ ചർച്ച എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സാരമോ നിസ്സാരമോ അവിടെ ഇരിക്കട്ടെ. ഇത്തരം ഒരു പ്രശ്നം വരുമ്പോൾ കേരളത്തിലുള്ള പ്രിന്റ് മീഡിയയ്ക്കും ഇലക്ട്രോണിക് മീഡിയയ്ക്കും സർക്കാരിന്റെ പരസ്യം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ആ പരസ്യം കൊണ്ട് അവർ സ്വന്തം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് രാഷ്ട്രീയമായി നിങ്ങളോട് വിയോജിപ്പുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ പരസ്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് മലയാള മനോരമ പറയുമോ? ഇല്ലല്ലോ. കാരണം കൊടുക്കുന്ന INPRD ആണ്. അത് തന്നെയാണ് ദേശാഭിമാനിയുടെ നിലപാട്. അതങ്ങനെയാണെന്നേ. രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ ഇങ്ങനെ ചുരുക്കി കാണാമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ സർക്കാരിന്റെ കാലാവധി കഴിയാനിരിക്കുകയാണ്. ഇനി 2 മാസമേ ഉള്ളൂ. അപ്പോൾ ഈ തുടർഭരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കല്ലാതെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? തുടർഭരണം തന്നെയാണ്. അപ്പോൾ തുടർഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള ആലോചനയാണ് നടക്കുന്നത്. ആ രാഷ്ട്രീയമായ ആലോചനയ്ക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുക്കുമ്പോൾ എന്റെയും താങ്കളുടെയും അടക്കം നികുതി പണം ഉപയോഗിക്കുകയാണ്. എനിക്ക് യോജിപ്പില്ല എങ്കിലും എന്റെ പണം എടുത്ത് ഉപയോഗിക്കുകയാണ്. അല്ല, ഞാനതാ പറഞ്ഞു വന്നത്. അത് ചെയ്യുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല എന്നാണ് അങ്ങ് പറയുന്നത്. ഞാനതാ പറഞ്ഞു വന്നത്. പിണറായി വിജയൻ
അല്ല, ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്. അത് ഞാൻ എന്റെ അഭിപ്രായമല്ലേ സ്മൃതി പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനും നേതാവുമാണ്. ശരി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? സ്വന്തം പാർട്ടിയുടെ, സ്വന്തം മുന്നണിയുടെ തുടർഭരണം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നടപടികൾ ആവിഷ്കരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ചുമതല, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മുന്നണിയുടെ ചുമതല. ചെയ്തു കഴിഞ്ഞാൽ ആരും അതിൽ പോകില്ല. സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. അല്ലല്ല, ഹൈക്കോടതി തീരുമാനിച്ചു. ഹൈക്കോടതി ഇത്രയുള്ളൂ. 28-ാം തീയതിയാണ് ഈ പറഞ്ഞ സർവേ അവസാനിക്കാനുള്ള തീയതി. അതിനിടയ്ക്ക് സുപ്രീം കോടതിയിൽ പോകാനുള്ള തിടുക്കമുണ്ടെങ്കിൽ ആ തിടുക്കത്തിൽ അങ്ങ് പോകട്ടെ. തിരിച്ചെത്താം ശ്രീ എൻ പി ചെക്കുട്ടിയിലേക്ക്. ഇടവേളയ്ക്ക് ശേഷം വരാം. ശ്രീ എൻ പി ചെക്കുട്ടി, എല്ലാം വളരെ സ്വാഭാവികമാണോ? ഇപ്പോൾ സർക്കാരിന് PRD എന്ന സംവിധാനമുണ്ട്. PRDയുടെ ചുമതല എന്നുള്ളത് സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുകയാണ്. അതിലേക്ക് നീക്കിവെച്ചിരിക്കുന്ന തുക 4,60,00,000 കുറച്ചുകൂടി തുക നീക്കിവെക്കാനുള്ള സംവിധാനവുമുണ്ട്. ഇതിലെന്താണ് അസ്വാഭാവികം എന്ന ചോദ്യം അങ്ങേക്കും ആ ചോദ്യമുണ്ടോ? അല്ല, അത് കോടതി ഓൾറെഡി ആ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് നിലപാട് എടുത്തിട്ടുണ്ട്. ഇത് വളരെ അസ്വാഭാവികമാണ്. ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് കോടതി അത് റദ്ദാക്കിയത്. കോടതി സിംഗിൾ ജഡ്ജല്ല, ഡിവിഷൻ ബെഞ്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. പല തരത്തിലുള്ള പ്രശ്നങ്ങൾ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ പണത്തിൻ്റെ ദുരുപയോഗം, സർക്കാർ ഫണ്ടിൻ്റെ ദുരുപയോഗം അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സർവേ നടത്താൻ ആഗ്രഹിക്കുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സർക്കാരിനെതിരെയുള്ള ഉണ്ടാവാനിടയുള്ള ഭരണവിരുദ്ധ വികാരത്തെ തടയാൻ ആവശ്യമായിട്ടുള്ള ക്യാമ്പയിൻ ഇവർ നടത്തണം എന്നുള്ളതാണ്. അത് ചെയ്യേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പണിയല്ലല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പണി സർക്കാരിൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സർക്കാരിനെതിരായിട്ടും സർക്കാരിലെ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ടുള്ള ജനങ്ങൾക്കിടയിലുള്ള വിരുദ്ധ വികാരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സർക്കാർ ഉദ്യോഗസ്ഥൻ പോകേണ്ട, അത് പാർട്ടിക്കാരാണ് പോകേണ്ടത്. അത് പാർട്ടി പ്രവർത്തകർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ട് ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും സർക്കാരിൽ നിന്ന് കാശ് വാങ്ങിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെയും തലയിൽ വെച്ച് കൊടുക്കുമ്പോൾ അവരതിന് ചുമതല ഏൽപ്പിക്കുമ്പോൾ സർക്കാരിൻ്റെ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തലാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അത് കോടതി കണ്ടെത്തിയതുകൊണ്ടാണ് കോടതി റദ്ദാക്കിയത്. സുപ്രീം കോടതി പോയാലും എനിക്ക് തോന്നുന്നില്ല ഈ കാര്യത്തിൽ അവർക്ക് ന്യായമായിട്ട് അവർക്ക് എന്തെങ്കിലും അനുകൂലമായിട്ട് വിധിക്കാൻ. കാരണം അങ്ങനെ സുപ്രീം കോടതി അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ രാജ്യത്തൊരു ഭരണ വ്യവസ്ഥ ഇല്ലാതാവും. നമ്മുടെ സർക്കാർ ഫണ്ട്, ഖജനാവിലെ ഫണ്ടിന് ഒരു സുരക്ഷിതത്വം ഇല്ലാണ്ടാവും. ആർക്കും എന്താവശ്യത്തിനും എടുക്കാമെന്നുള്ള അവസ്ഥ വരും. അപ്പൊ അങ്ങനെ ഈ ശബരിമലയുടെ കേസിലൊക്കെ വളരെ ക്ലിയർ ആണ്. നിങ്ങൾക്കില്ല എന്ന് കൂടി കോടതി പറയുന്നുണ്ട്. അതെ, അല്ല, സർവേ 31 തീരുന്ന സർവേ അതിനു മുമ്പ് എൻ്റെ ഒരു കണക്കനുസരിച്ച് മാർച്ച് ഫസ്റ്റ് വീക്കിൽ തന്നെ സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അടുത്ത തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഇലക്ഷൻ ഡിക്ലറേഷൻ മിക്കവാറും മാർച്ച് ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ ആയിട്ട് വരും. ആ സമയത്ത് മാർച്ച് 31 ഇവർ സർവേ നടത്തിയിട്ട് ഇവർ ഏത് സർക്കാരാണ് നടപ്പിലാക്കേണ്ടത്? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മുതൽ മാർച്ച് വരെ 6 മാസക്കാലത്തേക്ക് സർക്കാർ ചെലവിൽ LDFൻ്റെയും CPMൻ്റെയും സന്നദ്ധ പ്രവർത്തകരെ തീറ്റിപ്പോറ്റുക എന്ന് വളരെ കൃത്യമായിട്ട് ഒരു അജണ്ടയാണ്. അവർ സന്നദ്ധ സേവകർ എന്നൊക്കെ പറയെങ്കിലും ഈ പണം 20 കോടി ഉറുപ്പികയാണ് അവർക്ക് അനുവദിച്ചു കൊടുത്തത്. അത് നേരത്തെ ജയചന്ദ്ര പറഞ്ഞാൽ 20 അല്ല 200 കോടിയാക്കാനുള്ള സംവിധാനവും അവർക്കുണ്ട്. കാരണം സർക്കാരിൻ്റെ സംവിധാനത്തിനകത്ത് ഇങ്ങനെ ഒരു ഗുണമെന്ന് വെച്ചാൽ പഴുത് നിങ്ങൾ ഒരു തവണ ഊറ്റിയാൽ മാക്സിമം ഊറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ 20 കോടി തൽക്കാലം കൊടുത്തു, അത് 200 കോടിയോ അതിനപ്പുറമോ ഊറ്റിയെടുക്കാനുള്ള ശേഷിയുണ്ട്. അതിലുള്ള ഒരു വലിയ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവർ പ്ലാൻ ചെയ്തത് 6 മാസക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പറ്റം സന്നദ്ധ പ്രവർത്തകരെ ട്രെയിൻ ചെയ്ത് പുറത്തേക്ക് ഇറക്കുക. അത് കോടതി, അത് യഥാർത്ഥത്തിൽ KSUവിൻ്റെ ചില പ്രവർത്തകരെ അത് കോടതിയിൽ കൊണ്ടുപോയത് കൊണ്ട് കേരളം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഈ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കേരളത്തിലെ ഖജനാവിനെ അതിഭയങ്കരമായി കുത്തിച്ചോർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ശബരിമല ദേവസ്വത്തിൽ നിന്ന് കുത്തിച്ചോർത്തിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം അതിന് ചെയർമാൻ ജയകുമാർ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എവിടെയൊക്കെ പണം അടിച്ചു മാറ്റാൻ പറ്റുമോ, എവിടെ നിന്നൊക്കെ പണം ചോർത്തിയെടുക്കാൻ കഴിയുമോ അവിടെ നിന്നെല്ലാം ചോർത്തുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇത് വളരെ ഭയാനകമാണ്. ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യം, CPM ജനുവരി മാസത്തിൽ പ്ലാൻ ചെയ്തൊരു ഗൃഹസന്ദർശന പരിപാടി ഉണ്ടായിരുന്നു. ആ ഗൃഹസന്ദർശന പരിപാടി പിന്നെ നീണ്ടു ഫെബ്രുവരി ഒക്കെ എത്തി അവസാനിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പാർട്ടിയുടെ തന്നെ വിലയിരുത്തലനുസരിച്ച്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാർട്ടിയുടെ തന്നെ വിലയിരുത്തലനുസരിച്ച് അത് വേണ്ട വിജയം വിജയിപ്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് വിജയിപ്പിക്കാൻ കഴിയില്ല? കേരളത്തിലെ മിക്കവാറും സ്ഥലങ്ങളിൽ, നിങ്ങൾ കാസർഗോഡ് മുതൽ തെക്കോട്ട് എടുത്തു കഴിക്കുക, മിക്കവാറും പ്രദേശങ്ങളിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഒരു വലിയ മരവിപ്പുണ്ട്. പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ അസ്വാരസ്യമുണ്ട്.
പാർട്ടി പ്രവർത്തകരിൽ പലരും ഒരു കടുത്ത പിന്നെ ശക്തമായ നിലപാടിലേക്ക് പോയിട്ട് പയ്യന്നൂരൊക്കെ അത് വളരെ വ്യാപകമായി കണ്ടത്. പല പ്രദേശങ്ങളിലും പാർട്ടിക്കകത്ത് ഇങ്ങനെ ഒരു മരവിപ്പുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് പാർട്ടിക്ക് അകത്ത് നിന്നുണ്ടായിരിക്കുന്ന ഈ പുറത്തേക്കുള്ള ഒഴുക്കാണ്. പാർട്ടി പ്രവർത്തകർ നിശബ്ദരാകുകയോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുകയോ ചെയ്യാതിരുന്ന ഒരവസ്ഥയിലാണ് ഈ പരാജയം നേരിട്ടത്. അതുകൊണ്ട് CPM-ഉം LDF-ഉം അവർ വിചാരിച്ച മാതിരി ഇലക്ഷൻ പ്രചാരണം സാധ്യമല്ല എന്ന് വന്നപ്പോൾ അതിന് ഉള്ള ഒരു സംവിധാനം ഇടതുപക്ഷത്ത് ഇല്ലാതാവുന്നു എന്ന് കണ്ടപ്പോൾ ഒരു പകരം സംവിധാനം സർക്കാരിന് ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ള ഒരു ഗൂഢപദ്ധതിയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. സർക്കാരിനെതിരായിട്ടുള്ള വികാരങ്ങളെ ഇല്ലായ്മ ചെയ്യും. സർക്കാരിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അത് ഇല്ലായ്മ ചെയ്യാൻ സർക്കാർ ആളെ വയ്ക്കേണ്ട കാര്യമില്ല. സർക്കാർ നടപടി എടുക്കാവേണ്ടത്. പക്ഷേ മാർച്ച് 31 ശേഷം ഉള്ള റിപ്പോർട്ട് വെച്ചിട്ട് ഏത് സർക്കാർ ചെയ്യേണ്ടത് ഈ സർക്കാരിന് പറ്റില്ല. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഒരു ദുരുദ്ദേശം ഇതിനകത്തുണ്ടായിരുന്നു. അത് LDF-ന്റെ ക്യാമ്പയിന് വേണ്ടി സർക്കാർ സംവിധാനത്തെ, സർക്കാർ ഫണ്ടിനെ, സർക്കാരിൻ്റെ ആളുകളെ ഉപയോഗിക്കുക എന്ന അങ്ങേയറ്റം ദുരുദ്ദേശപൂർണമായ ഒരു പരിപാടിയാണ് അവർ ആവിഷ്കരിച്ചത്. അത് പരാജയപ്പെട്ടു പോയത് ഈ കേരളത്തിലെ ജാഗ്രതയുള്ള യുവജനങ്ങളുടെ ജാഗ്രത കൊണ്ടാണ്. കോടതിയും അതിന് കൃത്യമായിട്ടുള്ള അനുകൂലമായ നിലപാടെടുത്തു എന്നുള്ളത് കേരളത്തിൻ്റെ ഭാഗ്യമായിട്ട് മാത്രമാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ ഇത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ പലതരത്തിൽ സീക്രട്ടിലായിട്ട് ഭൂഗർഭത്തിൽ നടക്കുന്നുണ്ടാവും. സർക്കാരിൻ്റെ ആഭ്യന്തര തലത്തിൽ ഇങ്ങനെ പല മേഖലകളിലൂടെ ഈ കുത്തിച്ചോർത്തലിനുള്ള സാധ്യതകൾ അന്വേഷിക്കുന്നുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എനിക്ക്. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ, കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ജനം ഇതിനെ എങ്ങനെയാണ് കാണുക എന്നൊരാലോചന നിങ്ങൾക്കില്ലേ? ജനം ഇതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു? നിങ്ങൾ 85 ലക്ഷം വീടുകളിലേക്ക് പോകാനായിരുന്നു പരിപാടി. അതിന് 85,000 വോളണ്ടിയർമാരെ വിടുക എന്നായിരുന്നു നിർദ്ദേശം. പക്ഷേ നിങ്ങൾക്ക് അത്രയും വോളണ്ടിയർമാരെ കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 6 ലക്ഷം വീടുകളിലേക്ക് ഇതുവരെ പോകാനായിട്ടുള്ളൂ എന്നാണ് ഞാൻ വാർത്തയിൽ വായിച്ചത്. എനിക്ക് അതിൻ്റെ കണക്കിന് കൃത്യമായ ആധികാരികതയൊന്നും എനിക്കറിയില്ല. 6 ലക്ഷം വീടുകളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കാനായത്. മാത്രമല്ല, ഇനിയിപ്പോൾ ദിവസങ്ങളേ ഉള്ളൂ. 28-ാം തീയതിക്കകം പൂർത്തിയാക്കേണ്ട സർവേ ആയിരുന്നു. ഇങ്ങനെ ഒരു സർവേ പാർട്ടി ഫണ്ടല്ല, ഈ സർക്കാർ ഖജനാവിൽ നിന്ന് പണം ഉപയോഗിച്ച് ചെയ്യുന്നതിനെ നിങ്ങൾ എങ്ങനെ വിശദീകരിക്കും? നിങ്ങൾക്ക് ഈ ഭരണം അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിങ്ങളുടെ അടുത്ത പരിപാടിക്ക്, 3-ാം ഊഴത്തിന് എങ്ങനെയാണ് ഈ പണം ഉപയോഗിക്കുക? അതെങ്ങനെയാണ് നിങ്ങൾക്ക് ജനങ്ങളോട് വിശദീകരിക്കാൻ പറ്റുക, അഡ്വക്കേറ്റ് അരുൺകുമാർ? ഞാൻ അതിലേക്ക് വരാം. ഈ ചേക്കുട്ടി മാഷ് ഇപ്പോൾ പറഞ്ഞ് ജാഗ്രതയുള്ള യുവാക്കൾ നടത്തിയ പ്രവർത്തനം 2 തവണ അത് ആവർത്തിച്ചു. ആ ചൂരൽമല മുണ്ടക്കയില്ലേ, ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൽ 3ാമത് ഉള്ളതിൽ ഒരു ആപ്പ് ഉണ്ടാക്കി കോടികൾ പിരിച്ച് അക്കൗണ്ടിൽ വന്ന് പത്രസമ്മേളനം നടത്തി ഇത്ര കോടി ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നു, ഇത്ര ലക്ഷം വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീട് പോയിട്ട് ഒരു തറക്കല്ലിടാൻ പോലും പറ്റാത്ത പാർട്ടി, ആ യുവാക്കൾ ഉണ്ടല്ലോ, ജാഗ്രതയുള്ള യുവാക്കൾ, ആപ്പ് മുക്കി, കോടികൾ മുക്കി, ലക്ഷങ്ങൾ മുക്കി, ആ ജാഗ്രതയുള്ള യുവാക്കൾ നടത്തുന്ന പ്രവർത്തനത്തെ അങ്ങ് പ്രകീർത്തിച്ചു. അപ്പോൾ അങ്ങയുടെ കണ്ണ് ഒരു സൈഡിലേക്ക് തന്നെ പോവുകയാണ്. പിന്നെ PR വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി എന്റെ സുഹൃത്ത് പറയുകയുണ്ടായി. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. UDF-ന്റെ കാലത്ത് 2011 മുതൽ 16 വരെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു. 5 ജനസമ്പർക്കം. അതായത് ഒരു പ്രദേശത്തേക്ക് പാവപ്പെട്ട രോഗികളെ മുഴുവൻ സ്ട്രക്ചറിലൊക്കെ ആംബുലൻസിൽ കൊണ്ടുവന്ന് അവർക്കിടെ മാർക്കിട്ട് അപ്പം തന്നെ പൈസ കൊടുക്കുന്നത്. അതിലാകെ 100 കോടി രൂപ വിതരണം ചെയ്യാൻ വേണ്ടി പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചത് 22,72,03,174. അതായത് 1/5 രൂപ പലിശ പരസ്യത്തിന് വേണ്ടി 100 കോടി മൊത്തം വിതരണം ചെയ്യാൻ 22,79,00,000 മുടക്കിയ പാർട്ടിയാണ് ഇപ്പൊ PR-നെ കളിയാക്കുന്നത്. ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. ഈ എറണാകുളം ജില്ലയിൽ മൊത്തം എത്ര ഹോൾഡിങ്ങുകളുണ്ട്, എത്ര വൻകിട ബോർഡുകളുണ്ടോ എന്ന് പരിശോധിക്കുക. അതിൽ 75% ഹോൾഡിങ്ങുകളും ഇപ്പോ കോൺഗ്രസിന്റെ എഴുത്തുകൊണ്ട് നിറഞ്ഞിട്ടില്ലേ എന്നൊന്ന് നോക്ക്. അപ്പൊ ആരാണ് PR നടത്തുന്നത്, ആരാണ് പണം മുടക്കുന്നത് ഒക്കെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ബോധ്യമുണ്ട്. അപ്പൊ ഇത് പറയുമ്പോ അങ്ങ് മാറ്റിവെച്ച് കോൺഗ്രസിനെ അങ്ങ് വെളുപ്പിച്ച് പറയുക. അപ്പൊ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പറയാം. ഒറ്റ കാര്യം പറയാം, അങ്ങ് ഇടപെടരുത്. ബിക്കോസ് കോടതി വിധിയുടെ നിയമപരമായിട്ടുള്ള പ്രശ്നത്തെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. SLP ഓൾറെഡി ഫയൽ ചെയ്തു, ഫിസിക്കൽ കോപ്പിയും ഫയൽ ചെയ്തു. വരുന്ന ദിവസം തന്നെ അത് കോടതി പരിഗണിക്കും. അതിൽ കൃത്യമായിട്ടുള്ള നീതി നിർവഹണം ഉണ്ടാകും എന്ന് ഞങ്ങൾ സുപ്രീം കോടതിയിൽ നിങ്ങൾ വാദിക്കാൻ പോകുന്നത് എന്താണെന്ന് വിശദീകരിക്കാമോ? സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വാദിക്കാൻ പോകുന്നത് എന്താണെന്ന് വിശദീകരിക്കാമോ? ഹൈക്കോടതി കൃത്യമായിട്ട് അഡോപ്റ്റ് ചെയ്തത് ഒരു സുപ്രീം കോടതി വിധിയാണ്. ആ വിധി MRF-ഉം മനോഹർ പരീഖുമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ്. ആ ജഡ്ജ്മെന്റില് ഒരു മന്ത്രി സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യതയോ നഷ്ടമോ വരുത്തുന്ന ഒരു പ്രവൃത്തി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയോ മന്ത്രിസഭയുടെയോ അനുവാദമില്ലാതെ നടത്തി കഴിഞ്ഞാൽ
അത്തരത്തിൽ നടത്താൻ പാടില്ല എന്നുള്ളൊരു വിധിയാണ് സുപ്രീം കോടതി കോട്ട് ചെയ്തത്. എന്നാൽ ഇവിടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കൺകറൻസ് ഉണ്ട്, ക്യാബിനറ്റിന്റെ കൃത്യമായിട്ടുള്ള അംഗീകാരമുണ്ട്, സാമ്പത്തിക ഭരണാനുമതിയുണ്ട്, അതുപോലെ ബജറ്റ് മാനുവലിന്റെയും ഫിനാൻഷ്യൽ കോഡിന്റെയും എല്ലാം നടപടിക്രമം കൃത്യമായി പാലിച്ചിട്ടുണ്ട്. പ്രോഗ്രാമിലോ അതിന്റെ അംഗീകാരത്തിലോ നടത്തിപ്പിലോ യാതൊരു തരത്തിലുള്ള അഴിമതി ആരോപണവും ഹൈക്കോടതിയുടെ മുൻപാകെ ഇല്ല. അപ്പോൾ നിയമപരമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതി കോട്ട് ചെയ്ത സുപ്രീം കോടതിയുടെ ഈ വിധിന്യായം, മനോഹർ പരീഖിന്റെ വിധിന്യായം ഇതിൽ ബാധകമല്ല എന്നതാണ് ഒന്നാമത്തെ വാചകം. രണ്ടാമത്തെ വാചകം ഇവിടെ പറയുന്നത് കൃത്യമായി ബജറ്റ് അലോക്കേഷൻ പ്രകാരം 4.16 കോടിയല്ലേ ഉള്ളൂ, അത് 20 കോടി രൂപ ചെലവാകുമല്ലോ. അപ്പൊ ബജറ്റിൽ അലോക്കേഷൻ ഇല്ലാതെ ഇങ്ങനെ ചെലവാക്കുന്നത് എങ്ങനെ എന്നതാണ് ചോദ്യം. ഇവിടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 205(1)(b) പ്രകാരം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് അധികാരം. ഏതെങ്കിലും ഒരു പദ്ധതിക്ക് അല്ലെങ്കിൽ ഒരു ഇടപെടലിന് പണം നിശ്ചയിച്ചതിൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നീട് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ശേഷം സംസ്ഥാന നിയമസഭയുടെ അനുവാദം മേടിച്ചാൽ മതി. It is part of the supplementary, additional or expenses grant of provision allowing regularization of excess spending എന്ന് തന്നെ ആർട്ടിക്കിൾ 205(1)(b) പ്രകാരം ഈ പദ്ധതി കഴിഞ്ഞ് നിയമസഭയുടെ അംഗീകാരം തേടിയാൽ മതി. ഇത് തന്നെയാണ് ഇപ്പൊ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൽ ഉൾപ്പെടാത്ത പല പദ്ധതികളും ഗവൺമെന്റ് നടപ്പാക്കും. ഈ ബജറ്റ് എത്ര അവതരിപ്പിച്ച് 2025 ഫെബ്രുവരി മാസത്തിലല്ലേ? അന്ന് ഇത്തരത്തിലുള്ള ഒരു സർവേയെ കുറിച്ചുള്ള ഒരു ആശയമില്ല. പക്ഷെ PRDക്ക് വേണ്ടി പണം മാറ്റിവെച്ചിട്ടുണ്ട്. അത് എല്ലാ ഗവൺമെന്റും മാറ്റിവെക്കുന്നത് തന്നെയാണ്. ഈ രണ്ട് പോയിന്റ് തന്നെയാണ് സുപ്രീം കോടതിയുടെ മുന്നിൽ നിയമപരമായി ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്നത്. പാർട്ടി സെക്രട്ടറിയുടെ കത്തിനെ കുറിച്ചും കോടതി പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് വിശദീകരിക്കാൻ പോകുന്നത്? അങ്ങനെ ചോദ്യം ചോദിക്കേ, എനിക്ക് ഉത്തരം പറയാൻ അവസരം താട്ടെ. പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഇത് PRD വഴി തന്നെ പൊതുമണ്ഡലത്തിൽ ഇത്തരത്തിലൊരു സർവേ വരാൻ പോകുകയാണ് എന്നുള്ള തീരുമാനവും വാർത്തകളുമെല്ലാം മാസങ്ങൾക്ക് മുമ്പേ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതൊരു സന്നദ്ധ പ്രവർത്തനമാണെന്ന് പറഞ്ഞപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി സെക്രട്ടറി യുവജനങ്ങളോടും ബഹുജനങ്ങളോടുമെല്ലാം അതിൽ അംഗമാകണം, ഒരു വരുമാനവുമില്ലാതെ ഇത്തരത്തിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി സർവേ നടത്തി ഒരു നവകേരള നിർമ്മിതിയിൽ ഒരു വിജ്ഞാന സമൂഹമായി കേരളത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകണം എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു. അത് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ഇപ്പൊ പാർട്ടി സെക്രട്ടറിയെ ഹൈക്കോടതിയിൽ കക്ഷിയാക്കി മാറ്റി. ഏറ്റവും ആദ്യം ചോദിച്ച ചോദ്യം എന്താ? ഇത് നിങ്ങളുടെ സർക്കുലർ ആണോ? ഇങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അന്തസ്സായി പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വെള്ളപ്പൊക്കമായാലും ഉരുൾപൊട്ടലായാലും മറ്റു ദുരന്ത പ്രവർത്തനമായാലും കോവിഡ് ആയാലും ഓക്കി ആയാലും നിപ്പയായാലും ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരോട് പറയും, ഒരു വരുമാനവും ആർജിക്കാതെ ആഗ്രഹിക്കാതെ സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങണം. അതേപോലെ ഞങ്ങൾ സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങാൻ പറഞ്ഞു. ആപ്പ് മുക്കാനും കോടികൾ മുക്കാനും പിരിച്ച പൈസ വെച്ച് ഒരു കല്ല് പോലും ഇടാത്ത ആ അപ്പുറത്തുള്ള സംസ്കാരമല്ല ഞങ്ങളുടെ സംസ്കാരം. ഞങ്ങളുടെ സംസ്കാരം ഈ ജീവിതം തന്നെ സമൂഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത യഥാർത്ഥ പൊതുപ്രവർത്തകരാണ്. അതുകൊണ്ട് ഒരു ലാഭേച്ഛയും ഇല്ലാതെ ഇനിയും വരുന്ന പ്രവർത്തനങ്ങളിൽ അത് UDF പ്രഖ്യാപിക്കുന്ന പദ്ധതിയാണെങ്കിലും ഞങ്ങൾ പണ്ട് ഒറ്റക്കാര്യം അന്ന് ഞാൻ പറയാം ഒറ്റക്കാര്യം കെ കരുണാകരൻ കേരളം ഭരിച്ചുകൊണ്ടിരുന്നപ്പോ ഇത്തരത്തിൽ വലിയ ദുരന്തം കേരളത്തിൽ വന്ന സാഹചര്യങ്ങളിലെല്ലാം ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റവും ആദ്യം ലക്ഷക്കണക്കിന് രൂപ പിരിവ് നടത്തി ശേഖരിച്ച് അങ്ങ് സെക്രട്ടേറിയറ്റിൽ പോയി മുഖ്യമന്ത്രി കെ കരുണാകരനെ കണ്ട് കൈമാറിയ DYFI നേതാക്കളെ അന്നത്തെ കെ കരുണാകരൻ തന്നെ അഭിനന്ദിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെങ്കിലും ഇത് ചെയ്തോ എന്ന്. അതുകൊണ്ട് ഈ നാടിനെ ബാധിക്കുന്ന പ്രശ്നം കൂടുതൽ ഉയരങ്ങളിലേക്കും വികസനത്തിലേക്കും പോകുമ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയം വിഷയമല്ല. ഞങ്ങൾ സന്നദ്ധ പ്രവർത്തനമായിട്ട് ഇറങ്ങും. ശരി അരുൺകുമാർ, ഇപ്പോൾ ഈ കാര്യത്തിൽ KPCC അധ്യക്ഷൻ തന്നെ ഞാൻ ഈ ചോദ്യം ചോദിച്ച ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് 2 കോടിയാണെന്നാണ് എൻ്റെ ഓർമ്മ. 2 കോടിയിൽ പരം തുക കൈമാറിയിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന്. അതുപ്രകാരം ആ പണം കൂടി ചേർത്ത് പാർട്ടി സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ആ സ്ഥലം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് KPCC അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും പേരിലാണ് എന്നുള്ളതാണ്. അതിൽ എത്ര തുക കൊടുത്തു എന്നൊക്കെ അബിൻ വർക്കി പറയട്ടെ. അബിൻ വർക്കി, നിങ്ങൾ ഈ പൈസ മുക്കി നിങ്ങൾ ഇങ്ങനെ ഈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയിരിക്കുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ ആരോപണം ഉയരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ കണക്കുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം, അത് നൽകാം. ഈ താരതമ്യം കൃത്യമായി അങ്ങ് മനസ്സിലാക്കിയല്ലോ. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന 85,000 പേരുടെ കാര്യത്തിൽ അഭിമാനപൂർവ്വം പ്രതികരിക്കുകയാണ് അരുൺകുമാർ. ഒന്നാമത്തെ കാര്യം, ഈ നാട്ടിൽ നിന്ന് പിരിക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് എന്തിനാ കണക്ക് ബോധിപ്പിക്കേണ്ടത്? അതിൻ്റെ കയ്യിൽ പാർട്ടിയുടെ കയ്യിൽ കണക്കുണ്ട് എന്നൊരു വാദം എനിക്കില്ല. കാരണം എനിക്ക് പാവപ്പെട്ട രക്തസാക്ഷികളുടെ കുടുംബത്തെ പറ്റിച്ച് പാവപ്പെട്ട രക്തസാക്ഷിയെ പറ്റിച്ചുണ്ടാക്കിയ ഫണ്ടിൽ നിന്ന് കട്ടുമുടിച്ച്
അതിൽ നിന്ന് കക്കുക, നക്കുക, മുക്കുക എന്നുള്ളൊരു നിലപാടുള്ള CPM-നെ പോലുള്ള ഒരു പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. അത് ആദ്യം മനസ്സിലാക്കൂ. രണ്ടാമത്തെ കാര്യം, കണക്ക് ഞാൻ പറയാം. ഈ കണക്ക് എന്തുകൊണ്ടാണ് രക്തസാക്ഷി ഫണ്ടിൽ ഈ കണക്ക് പറയാൻ പറ്റാത്തതെന്ന് അരുൺകുമാർ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പിരിച്ച തുക അത് 1.25 കോടി രൂപയോളം ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ KPCC അധ്യക്ഷന് കൈമാറി. ആ തുകയ്ക്ക് അവിടെ വീട് പണിയാൻ വേണ്ടി സ്ഥലം മേടിച്ചു. ആ സ്ഥലം മേടിച്ച് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടെ തറക്കല്ലിട്ട് ഇപ്പോൾ ഉടൻ തന്നെ വീട് പണി ആരംഭിക്കുന്നതാണ്. ഞങ്ങൾ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ 100 വീടുകളുള്ള പദ്ധതി, ആ പദ്ധതിയിൽ 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് സ്പോൺസർ ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. ആ 30 വീടുകൾക്കുള്ള തുക ഞങ്ങൾ കണ്ടെത്തി കൊടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള ഒരു 6-8 മാസം കൊണ്ട് ആ വീട് പണി പൂർത്തീകരിച്ച് ഞങ്ങൾ ആ വീട് പണി കൈമാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ വീട് പണികളിലെ സ്ഥലം കാണാൻ അല്ലെങ്കിൽ സ്ഥലം മേടിക്കാനുള്ള തടസ്സമുണ്ടായത്? അത് വയനാട്ടിലെ ഭൂപ്രശ്നം മൂലമാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, സർക്കാർ തന്നെ ഒരു എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് ഏതാണ്ട് 1 കോടി രൂപയോളം മുടക്കി 8 മാസം കേസ് പറഞ്ഞതിന് ശേഷമാണ് ഒരു എസ്റ്റേറ്റ് ഏറ്റെടുത്തത്. എന്ന് പറഞ്ഞാൽ ആ വയനാട്ടിലെ ഭൂപ്രശ്നം എത്രമാത്രമാണ് എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. ഭൂമി ലഭ്യമായി, ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ തറക്കല്ലിട്ട് ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗ് സർക്കാർ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ആ പദ്ധതി അവിടെ നിർവഹിച്ച് അവർ നറുക്കിട്ട് ബെനിഫിഷ്യറീസിനെ കണ്ടെത്തി ഉടൻ തന്നെ 51 വീടുകൾ സർക്കാർ കൈമാറുന്നതിന് മുമ്പ് 51 വീടുകൾ കൈമാറാൻ പോവുകയാണ്. ഇതാണ് UDF ചെയ്ത പ്രവൃത്തി. ഞങ്ങൾക്കിതിൽ അഭിമാനമുണ്ട്. പിന്നെ 2, ഇവിടെ സർക്കാർ എന്തോ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആ വയനാട് പ്രൊജക്റ്റിന് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുത്തതിൻ്റെ ടെൻഡർ നടപടികളൊന്ന് പുറത്തുവിടാൻ ഞാൻ അരുൺകുമാറിനെ വെല്ലുവിളിക്കുകയാണ്. 300 കോടി രൂപയുടെ പദ്ധതിയാണ്, 299 കോടി രൂപയുടെ പദ്ധതി. ആ പദ്ധതി 150 കോടി രൂപ താഴെ വീഴുന്ന ആ പദ്ധതി ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന CPM സ്ഥാപനത്തിന് 300 കോടി രൂപയ്ക്ക് കക്കാൻ വേണ്ടി കൊടുത്തിട്ട് ഇപ്പോൾ CPM കൊടുത്ത പണമൊക്കെ അതിൻ്റെ ഇരട്ടിയായി അക്കൗണ്ടിൽ CPM അക്കൗണ്ട് വഴി തന്നെ പുറത്തു വരാൻ പോവുകയാണല്ലോ. അതുമാത്രമല്ല സ്മൃതി, ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ നാട്ടിൽ നടക്കുന്ന PR വർക്കുകളുടെ മറ്റൊരു രഹസ്യമുണ്ട്. ഈ നാട്ടിൽ ഏത് കോൺക്ലേവ് നടന്നാലും അതിൻ്റെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് ഊരാളുങ്ങളുടെ സബ്സിഡറി കമ്പനിയാണ്. ഈ നാട്ടിൽ അയ്യപ്പ സംഗമം നടത്തിയാൽ അതിൻ്റെ ഇവൻറ്റ് മാനേജ് ചെയ്യുന്നത് ഊരാളുങ്ങളുടെ സബ്സിഡറി കമ്പനിയാണ്. ഈ നാട്ടിൽ നിങ്ങൾ ഈ നാട്ടിൽ കാണുന്ന ഏത് കോൺക്ലേവും അത് ഊരാളുങ്ങളുടെ സബ്സിഡറി കമ്പനി ടെൻഡർ ഇല്ലാതെയാണ് ആ ഇവൻറ്റ് മാനേജ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നമ്മളെ പറ്റിച്ച് കക്കുക മാത്രമല്ല, ആ കട്ടപണം CPM എടുക്കുക കൂടിയാണ് എന്നുള്ളതാണ്. ഊരാളുങ്കൽ വഴി ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ പണം മുഴുവൻ അടിച്ചു മാറ്റുമല്ലേ. ഇനി ഞാൻ കഴിഞ്ഞ ചോദ്യത്തിൽ ഒരു കാര്യം പറഞ്ഞല്ലോ, ക്ഷേമനിധി 1.25 കൊല്ലമായി കെട്ടിട ക്ഷേമനിധി ഇവിടെ മുടങ്ങിക്കിടക്കുക കുടിശ്ശികയായിട്ട്. ഇവർക്ക് നാണമാവില്ല. ഈ 20 കോടി രൂപയൊന്നും വേണ്ടല്ലോ അതങ്ങ് കൊടുത്തു തീർക്കാൻ. ആ 20 കോടി രൂപയുടെ പകുതി കൊടുത്താൽ ആ കെട്ടിട ക്ഷേമനിധി 16 മാസമായി മുടങ്ങിക്കിടക്കുന്ന ആ കെട്ടിട ക്ഷേമനിധി കൊടുക്കാലോ. എന്നിട്ട് അതുപോലും കൊടുക്കാതെ ഈ നാട്ടിൽ വലിയ ഫ്ലെക്സുകൾ വെച്ച്, ശ്രീ അരുൺകുമാർ, ഞങ്ങൾ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പണം കൊടുത്തിട്ടാണ് ഫ്ലെക്സ് വെച്ചേ, അല്ലാതെ സർക്കാരിൻ്റെ പണം എടുത്ത് എൻ്റെയും ഈ നാട്ടുകാരുടെയും നികുതി പണം എടുത്ത് കക്കുകയല്ല ചെയ്തത്. ഞങ്ങൾ ഫ്ലെക്സ് വെച്ചു പുതിയ യാത്രയ്ക്ക്. ഞങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് ഡൊണേഷൻ മേടിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്കാർ ഉണ്ടാക്കിയ ഫ്ലെക്സാ, അല്ലാതെ നാട് നീളം പിരിച്ച് സർക്കാരിൻ്റെ പണം എടുത്ത് കക്കുക, മുക്കുക, നക്കുക എന്നുള്ള ഒരു അധ്യാപകമായിട്ട് മുദ്രാവാക്യമായിട്ടല്ല ഞങ്ങൾ പോണേ. അങ്ങനെ ചെയ്ത് കാണിക്ക്, ഞങ്ങൾക്ക് പരാതിയില്ല. അങ്ങനെ PR കാണിക്ക്, ഞങ്ങൾക്ക് പരാതിയില്ല. ജനങ്ങളുടെ പണം എടുക്കുമ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്യും. അത് ചോദ്യം ചെയ്യുന്നത് പരസ്യമായും ചോദ്യം ചെയ്യും, കോടതിയിലും ചോദ്യം ചെയ്യും. അതിന് ബബ്ബ പറഞ്ഞിട്ട് കാര്യമില്ല. ശരി അരുൺകുമാർ, വേഗം മറുപടി പറയാം, ബാക്കിയുള്ളവർക്ക് കൂടി പോകണം. ഇതോടൊപ്പം തന്നെ ഈ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഒരു ക്വിസ് മത്സരം കൂടി നടത്തിയിരുന്നല്ലോ, അതുകൂടി അങ്ങ് പറയണേ. എല്ലാ ഉത്തരവും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് വരത്തക്ക വിധത്തിലുള്ള ചോദ്യങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു ക്വിസ് മത്സരം, അതും കൂടി ഇതിന് തൊട്ട് മുന്നേ ഉണ്ടായ കാര്യമാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം കഴിഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞിട്ട് 2.25 ഏക്കർ സ്ഥലം മേടിച്ച് രാവിലെയും വൈകുന്നേരം ആന വന്ന് അവിടുത്തെ കൃഷി നശിപ്പിക്കുന്ന ആളുകളെ ചവിട്ടിക്കൊല്ലുന്ന സ്ഥലത്ത് 2.25 ഏക്കർ സ്ഥലം മേടിച്ചിട്ട നേതാവ് പറയുക, ഇങ്ങനെയല്ലല്ലോ അന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ 30 വീട്, അത് രാഹുൽ ഗാന്ധിയുടെ 100 വീട്, KPCCയുടെ 100 വീട്, കർണാടക കോൺഗ്രസിന്റെ 100 വീട്, അങ്ങനെയാണല്ലോ പറഞ്ഞ്. 3 സെക്കൻഡ് കൊണ്ട് 330 വീട് പണതുകൊണ്ട് VD സതീശൻ ഒരു പത്രസമ്മേളനം നടത്തിയല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ? ആകെയുള്ള 526-ൽ 330 ഞങ്ങളുടെയാണെന്ന്. എന്നാ കേട്ടോ, അവിടെ 526-ൽ കൃത്യമായി 416 വീടുകളുടെ വാർക്ക പൂർത്തീകരിച്ച് ഈ മാർച്ച് മാസത്തിൽ സാധാരണക്കാർ, വീട് നഷ്ടപ്പെട്ട പട്ടിണി പാവങ്ങൾക്ക് കൈമാറുക.
115 പേർ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപയും വാങ്ങിച്ച് നിങ്ങൾ വീട് തരുമെന്ന് പ്രതീക്ഷിച്ച് അവർ മാറിയിരുന്ന് ഗവൺമെന്റിന്റെ വാടക വീട്ടിലിരുന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. ഇതുവരെ ഒരു കല്ല് പോലും ഇടാൻ കഴിയാത്ത യൂത്ത് കോൺഗ്രസ് എന്താ പറഞ്ഞ 30 വീട്, ഡിവൈഎഫ്ഐ പറഞ്ഞു 20 വീടെന്ന്. ഞങ്ങൾ കൂലിപ്പണിയെടുത്ത് തടി ചുവന്ന് അതുപോലെ തട്ടുകട നടത്തി മറ്റു തരത്തിൽ കൂലിപ്പണിയെടുത്ത് തന്നെ കൃത്യമായി 20.5 കോടി രൂപ കൊടുത്ത് അവിടെ പണിത വീടുകളിൽ 100 വീട് ഡിവൈഎഫ്ഐയുടേതാ. നിങ്ങളുടേതായി ഒരു വീടില്ല, ഒരു വീട് വിട്ട് ഒരു മുറിയില്ല, ഒരു കല്ലിട്ടില്ല. എന്നിട്ട് വന്നിട്ട് ന്യായീകരിക്കുക ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ. നിങ്ങളായിക്കോട്ടെ, ഞാൻ കൃത്യമായി കണക്ക് പറഞ്ഞല്ലോ. 100 കോടി രൂപ വിതരണം ചെയ്യാൻ 23 കോടി രൂപ PR വർക്കും പരസ്യവും നടത്തിയ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ നിയമസഭാ ചോദ്യം ഞാൻ അയച്ചു തരാം. നിങ്ങളുടെ ഗവൺമെന്റ് തന്നെ കൊടുത്ത മറുപടി. അതുകൊണ്ട് എത്ര നിങ്ങൾ നുണ പറഞ്ഞാലും വ്യാജപ്രചരണം നടത്തിയാലും ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് മുന്നിൽ ചെയ്ത കാര്യങ്ങൾ വിശദീകരിക്കും. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. 10ാമത് പ്രോഗ്രസ് റിപ്പോർട്ട് ഇറങ്ങും, പുതിയ പ്രകടന പത്രിക ഇറങ്ങും, ഒരു വിജ്ഞാന സമൂഹമായിട്ട് കേരളം മാറും. നവകേരള സദസ്സും നടന്നിട്ടുണ്ടല്ലോ. തിരിച്ചെത്താം, വേഗം പറയൂ അബിൻ വർക്കിയുടെ ഇടവേളയിലേക്ക് പോകാം. 13,000 കോടി രൂപയാണ്. 13,000 കോടി 13,000 കോടി രൂപയാണ് നവകേരള സദസ്സിന് ശേഷം ഈ കേരളത്തിൽ നടപ്പാക്കിയത്. 13,000 കോടി രൂപയാണ്. എന്റെ പോയിന്റ് ഉള്ളൂ. അതായത് 100 വീട് കർണാടക സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞു, 20 കോടി രൂപ സർക്കാരിന് കൊടുത്തു. ആ കാര്യത്തിൽ ഓക്കെ. ഇനി 100 ലീഗ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതിന്റെ പണി ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 വീട് KPCC ഞങ്ങൾ 300 അവിടെ എത്ര വീട് കൊടുക്കാനുണ്ട്? ഒരു കല്ലിട്ടോ നിങ്ങൾ ആകെ എവിടെ എത്ര വീട് കൊടുക്കാനുണ്ട്? കർണാടക ഗവൺമെന്റ് ഒക്കെ കർണാടക ഗവൺമെന്റ് താങ്കളല്ലേ കർണാടക ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞല്ലോ. താങ്കളല്ലേ പറഞ്ഞ കർണാടക ഗവൺമെന്റിന്റെ കാര്യം? താങ്കളല്ലേ പറഞ്ഞ കർണാടക ഗവൺമെന്റിന്റെ കാര്യം? നേതാവല്ലേ? താങ്കളല്ലേ പറഞ്ഞ കർണാടക ഗവൺമെന്റിന്റെ കാര്യം? വീട് വരെ ഇതുവരെ കൈമാറിയിട്ടില്ലല്ലോ. നിങ്ങളൊരു വീട് കൈമാറിയിട്ടുണ്ടോ? ഈ സർക്കാർ ഇത്രയും സൗകര്യമുള്ള 750 കോടി രൂപ കയ്യിലിരിക്കുന്ന സർക്കാർ 1.5 കൊല്ലമായിട്ട് ഒരു വീട് കൈമാറിയിട്ടുണ്ടോ? 750 രക്തസാക്ഷി. ഞങ്ങൾക്ക് 2 റെസിപ്റ്റ് അടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല അരുൺകുമാറെ. 2 റെസിപ്റ്റ്. പണക്കാരുടെ വീട്ടിൽ പോകുമ്പോൾ ഒരു റെസിപ്റ്റ്, പാവപ്പെട്ടവരുടെ വീട്ടിൽ പോകുമ്പോൾ ഒരു റെസിപ്റ്റ്, പണക്കാരുടെ വീട്ടിൽ പോകുമ്പോഴുള്ള റെസിപ്റ്റ്, നേതാവ് പോക്കറ്റിലുണ്ട്, പാവപ്പെട്ടവന്റെ വീട്ടിലെ റെസിപ്റ്റ് പാർട്ടി എടുക്കും. 2 റെസിപ്റ്റ് നാട്ടുകാരെ പറ്റിച്ചവരല്ലേ? ആ മധുസൂദനോട് കണക്കെങ്കിലും പറയാൻ പറ. രക്തസാക്ഷിയുടെ ഫണ്ട് അടിച്ചു മാറ്റിയവരല്ലേ? സ്വന്തം രക്തസാക്ഷിയുടെ ഫണ്ട് അടിച്ചു മാറ്റിയതല്ലേ? സ്വന്തം രക്തസാക്ഷിയുടെ ഫണ്ട് അടിച്ചു മാറ്റിയ ഫണ്ട് അടിച്ചു മാറ്റിയ പ്രചാരകരാക്കാൻ ശ്രമിച്ചതിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. NSS പോലുള്ള സംഘടനകളെയും ഇതിനുപയോഗിക്കാനുള്ള ഓർഡറിന്റെ വിവരം കൂടി പുറത്തു വരികയാണ്. അതുകൂടി ഉപയോഗിച്ചിട്ടാണ് ഈ പ്രചാരണത്തിന്, ഈ സർവേക്ക് ശ്രമം നടത്തിയിരുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ പി ചെക്കുട്ടി, ഈ പരിപാടി ഹൈക്കോടതി റദ്ദാക്കിയെങ്കിലും സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ സർവേ പൂർത്തിയാക്കും എന്നുള്ള CPM പ്രതികരണത്തെ എങ്ങനെ കാണുന്നു? അല്ല, യഥാർത്ഥത്തിൽ വളരെ അൺഎത്തിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. കാരണം സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ജോലി സർക്കാർ നയങ്ങൾ നടപ്പിലാക്കലാണ്. അതുകൊണ്ട് സർക്കാർ നയങ്ങൾ നടപ്പിലാക്കിയതിനെക്കുറിച്ച് നാട്ടുകാരത്ത് പോയിട്ട് വോട്ട് പിടിക്കുന്ന പരിപാടി ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയല്ല. അതുകൊണ്ട് തന്നെ അതിന് വോട്ട് ജനങ്ങൾ കൊടുത്തില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാനും സർക്കാർ തയ്യാറോന്നും എനിക്കറിയില്ല. കാരണം ഈ കോടതി വളരെ ക്ലിയറായിട്ട് അതിൻ്റെ ഒബ്ജക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ സാമ്പത്തികമായി അപ്രോപ്രിയേഷൻ ഉണ്ട്, പിന്നെ വകുപ്പ് മാറ്റമുണ്ട്. PRDയുടെ ജോലിയല്ല ഈ സർവേ നടത്തൽ. അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ഒരു സർവേയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതാണ് കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് നിയമകാര്യങ്ങളൊക്കെ നോക്കാൻ അറിയുള്ള കൂട്ടരാണ്. ഇവർ കുറേ ആർഗ്യുമെൻ്റൊക്കെ പറയുമായിരിക്കും, കുറേ സർക്കാരിന് കുറച്ചുകൂടി ഫണ്ട് അതിനുവേണ്ടി ചിലവാക്കാം എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾ കേൾക്കാനുള്ള താല്പര്യമുള്ള സർക്കാരിന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് പിന്നെ പരാതി ഉള്ളത് എന്ന് ഒരു ഓപ്പൺ കോർട്ട് വയ്ക്കാലോ, അത് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ആളുകൾക്കോ അതായത് സ്ഥലത്ത് പോയിട്ട് സംസാരിക്കാലോ ജനങ്ങളുമായിട്ട്. ഉദ്യോഗസ്ഥന്മാരെ എന്തിനെതിരാണ് ബലിയാടാക്കുന്നത്? സർക്കാർ സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ശ്രീ പി ചെക്കുട്ടി. അപ്പോൾ ഇതിൽ ഏതറ്റം വരെയും പോകുമെന്നുള്ള സമീപനമുണ്ട്. ഈ സർവേ തടഞ്ഞതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്ര വേഗത്തിൽ? അതെ വീണിടത്ത് കിടന്ന് ഉരുളുകയാണ് ഈ സർക്കാർ. പക്ഷേ സുപ്രീം കോടതി ഒരു കിഴക്ക് കൂടി കിട്ടും. അത് കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ തിരിച്ചു വരും. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് അത് വിശദീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് ഈ ഒരു സിമ്പിൾ വിഷയത്തിൽ പോലും ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ളത് ഗവൺമെൻറ് ആലോചിക്കേണ്ടതാണ്. കാരണം അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശക്തമായ തിരിച്ചടി കിട്ടും.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.